നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ട് പാർട്ട് 1ന്റെ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കളയുന്നില്ല. ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇല്ലേ, ആ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നേരെ ഫയൽസിലേക്ക് വരിക. അതായത് നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫയൽസിൽ, അതായത് നമ്മുടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ഉണ്ട്. സ്റ്റുഡൻസ് വർക്ക്സ് 10 ആ ഒരു ഫോൾഡറിനകത്ത് പൈത്തൺ എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈത്തൺ, അതിനകത്താണ് നമ്മുടെ പൈത്തണിൻ്റെ ഫയലൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫൈൻഡേജ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ കാണാം, പൈത്തൺ ഫയൽ കാണാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലായിരിക്കും അത് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വന്ന് റൺ ചെയ്ത് കഴിഞ്ഞാലും ആകെ ഒരൊറ്റ റിസൾട്ടേ കാണിക്കും. ആ ഒരു ഏജ് മാത്രമേ കാണിക്കൂ, വിജയിൻ്റെ ഏജ് മാത്രം. അതിന് പകരം ആരാണോ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് അവരുടെ ഏജ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയാലോ അതിനെന്ത് ചെയ്താൽ മതി? നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജനിച്ച വർഷം നമ്മളോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ നമ്മൾ ഏത് വർഷമാണ് റൺ ചെയ്യുന്നത്, 2025 2025 എന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അതിലുണ്ടാവണം, അല്ലേ? അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് നമ്മുടെ ഏജ് കിട്ടും. ആ രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആരാണോ റൺ ചെയ്യുന്നത് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവരോട് ആദ്യം ചോദിക്കേണ്ടത് അവരുടെ ജനിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. ഓൾറെഡി ഇവിടെ ബർത്ത് ഇയർ എന്ന വേരിയബിളിലേക്ക് 1974 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കളയാം. അത് ഞാൻ ബാക്ക് സ്പേസ് കൊടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് യൂസറിനോട് ചോദിക്കണം, നിങ്ങൾ ജനിച്ച വർഷം ഏതാ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യാം. ഇൻപുട്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, പാരാന്തസിസ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഇടയിലായിട്ട് അവരോട് എന്താണോ ചോദിക്കേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ ഡബിൾ ക്വാഡ്സിലായിട്ട് കൊടുക്കുക. എൻ്റർ യുവർ ബർത്ത് ഇയർ. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ അവർ ചോദിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവില്ലേ, അതിപ്പം ബർത്ത് ഇയർ എന്നീ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അടുത്തത് എന്ത് വേണം? കറണ്ട് ഇയർ കൂടി ചോദിക്കണം. കാരണം ചിലപ്പം ഇപ്പം 2025 നമ്മൾ സെറ്റ് ചെയ്തത്. ഈ ഒരു പ്രോഗ്രാം ചിലപ്പോൾ റൺ ചെയ്യുന്നത് 2026 27 അപ്പോൾ ഏജിലെ നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് കറണ്ട് ഇയറും കൂടി എത്രയാണെന്ന് അവരോട് ചോദിക്കാം. സെയിം ഇത് ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഈ 2025 കളയുന്നു. എന്നിട്ട് ഇൻപുട്ട് എന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഇടയിലായിട്ട് ഡബിൾ ക്വാഡ്സിന് ഇടയിലായിട്ട് നമുക്ക് അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണോ അത് ചോദിക്കാം. ഞാനിവിടെ എൻ്റർ കറണ്ട് ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ കാര്യങ്ങളൊന്നും ഞാനിപ്പം മാറ്റം വരുത്തുന്നില്ല. നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഡയറക്റ്റ് സേവ് എന്നീ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഫയലാണല്ലോ ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് അതിൽ തന്നെ അത് സേവ് ആവും. നമുക്കിതൊരു പുതിയ ഒരു പേരിൽ പുതിയൊരു സ്ഥലത്തൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത്ര ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ കാണാലോ. സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിനകത്ത് പൈത്തൺ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. പുതിയൊരു പേര് കൊടുക്കണം. ഞാനിവിടെ ഫൈൻഡ് ഏജ് 2 എന്ന പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പേര് കൊടുക്കാം. ഞാൻ ഫൈൻഡ് ഏജ് 2.py എന്ന എക്സ്റ്റൻഷൻ മറന്നു പോകരുത്, കൃത്യമായിട്ട് കൊടുക്കുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫോൾഡറിൽ പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഫൈൻഡ് ഏജ് 2 എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത ആ ഒരു ഫോൾഡറിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പണിംഗ് ടെർമിനൽ കൊടുക്കുക. ഓപ്പണിംഗ് ടെർമിനൽ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള ഫയലൊക്കെ റൺ ചെയ്തതുപോലെ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പൈത്തൺ 3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട് ഇത് റൺ ചെയ്യാൻ. അതുകൊണ്ട് പൈത്തൺ 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് റൺ ചെയ്യേണ്ട ഫയൽ ഏതാണോ ആ ഫയൽ നെയിം അതേപോലെ കൊടുക്കുക. ഫൈൻഡ് _age _2.py. അത് നിങ്ങൾ എന്താണോ പേര് കൊടുത്തത് അത് അതേപോലെ കൊടുക്കുക. .py എന്ന എക്സ്റ്റൻഷൻ അടക്കം കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ബർത്ത് ഇയർ ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ ബർത്ത് ഇയർ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ്, 2003. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് കറണ്ട് ഇയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. കറണ്ട് ഇയർ 2025 അതും കൊടുത്തു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് റിസൾട്ട് അല്ല, നമുക്ക് ആ ഒരു ആൻസർ അല്ല കിട്ടിയിരിക്കുന്നത്, ഒരു എറർ വന്നു.
ടൈപ്പ് എറർ ആണ് വന്നിരിക്കുന്നത്. അൺസപ്പോർട്ടഡ് ഓപ്പറൻറ്റ് ടൈപ്പ് 4 അങ്ങനെ ആയിട്ട് ഒരു ടൈപ്പ് എറർ ഇവിടെ വന്നു. ഇവിടെ ഈ രീതിയിൽ ടൈപ്പ് എറർ വരാൻ ഒരു കാരണമുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാര്യം മാത്രം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ആവരുത്. ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ഡാറ്റ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന സമയത്ത് അത് അക്ഷര രൂപത്തിലാണ് കിട്ടുക. അത് നിങ്ങൾ നമ്പർ ആയിട്ട് കൊടുത്താൽ പോലും അത് അക്ഷര രൂപത്തിലാണ് കിട്ടുക. അത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റിനോട്, അക്ഷര രൂപത്തിനോട്, അതിനെ നമ്മൾ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പ്, സ്ട്രിങ് എന്നാണ് ഇവിടെ നമ്മൾ പറയാം. അപ്പോൾ ആ രീതിയിൽ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് അക്ഷര രൂപത്തിലായിരിക്കും. അതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ന്യൂമറിക് ആയിട്ട് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇൻറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ കറന്റ് ഇയറിലുള്ള ആ ഒരു ഡാറ്റയെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇത്ര മാത്രം ചെയ്താൽ മതി. ഇൻറ്റ് എന്നിവിടെ കൊടുക്കുക, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുക. കറന്റ് ഇയർ എന്ന വേരിയബിൾ കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്താവും, ഇവിടെ എത്തുമ്പോൾ കറന്റ് ഇയറിലെ വാല്യൂ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തോളും. അതേപോലെ ബർത്ത് ഇയറിലെയും ഇപ്പം വാല്യൂ ഉള്ളത് സ്ട്രിങ് ആയിട്ടാണ്, ടെക്സ്റ്റ് രൂപത്തിലാണ്. അതിനെ നമുക്ക് ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെയും ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത്ര കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, വിജയ്സ് ഏജ് എന്നാണുള്ളത്. അത് ജസ്റ്റ് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്, യുവർ ഏജ് എന്ന് കൊടുക്കുന്നു. യുവർ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഒരു പുതിയ ഫയലിൽ തന്നെ അത് സേവ് ആവും. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ Python 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ നെയിം ഏതാണോ ആ ഒരു ഫയൽ നെയിം അതേപോലെ കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ബർത്ത് ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബർത്ത് ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, 2003. അടുത്തത് കറന്റ് ഇയർ ചോദിക്കുന്നുണ്ട്, 2025 എന്ന് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് യുവർ ഏജ് ഈസ് 22 കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടി. ഇനി ഇതേ പ്രോഗ്രാമിനെ കുറച്ചുകൂടി ഒന്ന് രസാക്കാൻ വേണ്ടിയിട്ട് ആരാണോ റണ്ണ് ചെയ്യുന്ന ആളുടെ പേര് നമുക്ക് ചോദിക്കാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് ലൈനിൽ ഇവിടെ ബിയുടെ തൊട്ട് മുമ്പിലായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ലൈന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നെയിം എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. നെയിം എന്ന വേരിയബിളിലേക്ക് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുന്നു. വാട്ട് ഈസ് യുവർ നെയിം എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം, അതിനകത്തായിരിക്കണം ചോദിക്കേണ്ടത്. ഓക്കെ, ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഡബിൾ ക്വാഡ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. വാട്ട് ഈസ് യുവർ നെയിം എന്നോ അല്ലെങ്കിൽ എൻ്റർ യുവർ നെയിം എന്നോ അങ്ങനെ എന്തും കൊടുക്കാം. ഞാനിവിടെ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം, നമുക്കിവിടെ പേര് കൊടുക്കുന്ന സമയത്ത് ആ പേര് നെയിമിലേക്ക് സ്റ്റോർ ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് റിസൾട്ടിൽ നമുക്കത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കണ്ടേ, അവരുടെ പേര് എത്രയാണെന്ന് കാണിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു ഡബിൾ ക്വാഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നെയിം എന്ന വേരിയബിൾ ഇവിടെ വെച്ച് കൊടുക്കാൻ പോവാണ്. കോമയിട്ട് കൊടുത്തു. മനസ്സിലായോ? ശ്രദ്ധിക്കുക, നെയിം എന്ന വേരിയബിളിൽ നമ്മുടെ പേര് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് ഞാനിവിടെ പ്രിന്റ് എന്ന ഫംഗ്ഷനിൽ കൊടുക്കണം. ഈ നെയിം എന്ന വേരിയബിൾ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്തു. ഒന്നുകൂടി നമുക്കിത് റണ്ണ് ചെയ്ത് നോക്കാം. ഞാനിവിടെ റണ്ണ് ചെയ്ത് നോക്കുന്നു. ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. പേര് ഞാൻ ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ പേര് എന്താണോ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യാം. ബർത്ത് ഇയർ ചോദിക്കുന്നത് ഞാൻ 2003 കൊടുക്കുന്നു. നിങ്ങളുടെ ബർത്ത് ഇയർ കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. കറന്റ് ഇയർ ചോദിക്കുന്നുണ്ട് 2025 എന്ന് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു മാറ്റം വന്നു. നേരത്തെ പ്രോഗ്രാമിൽ യുവർ ഏജ് ഈസ് 22 ആയിരുന്നു. ആ പേര് ഇതാ ഇവിടെയായിട്ട് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇത്ര സമയവും നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ടെർമിനൽ ഉപയോഗിച്ച് റണ്ണ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. വലിയ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാനും ഈസി ആയിട്ട് റൺ ചെയ്യാനും എറർ വരുമ്പോൾ അത് ഫിക്സ് ചെയ്യാനൊക്കെ തന്നെ അതിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത്തരം സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണരൂപം, ഫുൾ ഫോം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യാനും ഈസി ആയിട്ട് റൺ ചെയ്യാനും എറർ ഫിക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു IDE നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, നമ്മുടെ സ്കൂളിലെ ലാപ്ടോപ്പിൽ അതുണ്ട്. IDLE3 എന്നതാണ് ആ ഒരു IDE. IDLE3 or IDLE3. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള പ്രോഗ്രാം ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും റൺ ചെയ്യാനും അതിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തുമ്പോൾ തിരുത്താനൊക്കെ പോകുന്നത് നമ്മൾ IDLE3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും. IDLE ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണാലോ. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക.
അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ IDLE എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐഡിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ അല്ല നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഇവിടെ അല്ല നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എഡിറ്റർ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആ ഒരു പ്രോഗ്രാം അതേപോലെ ടൈപ്പ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം ഓൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്തു. മുഴുവനായിട്ട് ഇത് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ മുഴുവനായിട്ട് സെലക്ട് ആയി കിട്ടും. ഇവിടെ സെലക്ട് ആയ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. കോപ്പി എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഇനി ഞാനിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. സേവ് ചെയ്യാൻ ഫയലിൽ സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഹോമിലാണ് ഉണ്ടാവുക. ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് കാണാം. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലും ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഹോമിലേക്ക് വരിക. അവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 കാണാൻ പറ്റും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ തയ്യാറാക്കിയുള്ള ആ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ ബാക്കി പ്രോഗ്രാം ഒക്കെ ഇവിടെ കാണാം. ഞാനിവിടെ പുതിയ പേരിൽ സേവ് ചെയ്യാണ്. ഫൈൻഡ് ഏജ് 3 എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, .py എന്ന എക്സ്റ്റൻഷൻ ഐഡിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ .py എന്ന എക്സ്റ്റൻഷൻ നിങ്ങൾ ഇവിടെ പ്രത്യേകം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കൊടുക്കുന്നു. ഇനി കൊടുത്തില്ലെങ്കിലും ഫയൽസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് പൈത്തൺ ഫയൽ എന്നിവിടെ കാണാം. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പൈത്തൺ ഫയൽ ആയിട്ട് തന്നെയായിരിക്കും സേവ് ആവുന്നത്. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മുടെ ഒരു ഫോൾഡർ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 പൈത്തൺ എന്ന ഫോൾഡർ തന്നെ നിങ്ങളുടെ ഫോൾഡർ എടുക്കുക. അതിൽ കണ്ടില്ലേ ഫൈൻഡ് ഏജ് 3.py. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ പോലെ തന്നെയുള്ള ഒരു ഫയൽ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് റൺ ചെയ്യണം. നമ്മൾ ഐഡിയിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് ടെർമിനൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ മുകളിലായിട്ട് റൺ എന്ന് കാണാം. റണ്ണിൽ റൺ മൊഡ്യൂൾ എന്ന് കാണാം. അത് കൊടുക്കുക. അപ്പം തന്നെ ഇതാ ഇവിടെയാണ് നമ്മളോട് അത് ചോദിക്കുന്നത്. എൻ്റർ യുവർ നെയിം കൊടുക്കാൻ ഇത് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മളോട് പേര് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്യാം. ബർത്ത് ഇയർ ചോദിച്ചു, 2003. നിങ്ങളുടെ എത്രയാണോ അത് കൊടുക്കുക. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്തു. എൻ്റർ കറൻറ്റ് ഇയർ ചോദിക്കുന്നുണ്ട്, 2025 കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. ആൻസർ കിട്ടിയില്ലേ? കണ്ടില്ലേ? നമ്മൾ ഐഡിയിൽ ഇവിടെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ നമ്മൾ റൺ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഷെൽ പ്രോംപ്റ്റ് വിൻഡോയിൽ ഇവിടെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഒക്കെ തന്നെ ഐഡിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇന്ന് റോട്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ തെരാപ്പാര നടന്നിങ്ങനെ പോകുമ്പോഴാണ്, ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോഴാണ് ഞാനൊരാളെ കാണുന്നത്. നമ്മുടെ സ്വന്തം മീനൂട്ടി. എന്തായാലും കുറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നതാണ്. ഇന്നെന്തായാലും അവിടെ കണ്ടതല്ലേ, ഒന്ന് പോയി പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുത്തേക്ക് പോയി. അപ്പൊ അവള് പറഞ്ഞു, ജോലിയും കൂലി ഇല്ലാത്തവരൊന്നും എനിക്ക് വേണ്ട, പോടാ. ആ മറുപടിയിൽ മനന്നൊന്ത ഞാൻ ഇനി പഠിച്ചൊരു ജോലി നേടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാൻ അതിലൂടെ കണ്ട നേരെയുള്ള ഒരു വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാനിവിടെ നേരെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് മീനൂട്ടിനെ കണ്ടത്. മീനൂട്ടിയോട് ഒരു കാര്യം ചോദിച്ചു. മീനൂട്ടി ഒരു കണ്ടീഷൻ വെച്ചു, ജോലിയും കൂലിയും വേണമെന്നുള്ളത്. അത് ട്രൂ ആയിരുന്നെങ്കിൽ, എനിക്ക് ജോലിയും കൂലിയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മീനൂട്ടിയുടെ കൂടെ പോകാമായിരുന്നു. അത് ഫോൾസ് ആയിരുന്നു. ആ കണ്ടീഷൻ എനിക്കിവിടെ ഫോൾസ് ആയിരുന്നു. അതുകൊണ്ട് നേരെ എൽസ് പാർട്ടിലേക്ക് പോയി. സ്വയമായിട്ട് ഒരു ആശ്വാസം കണ്ടെത്തി നേരെ നടക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. പ്രോഗ്രാമിൽ ഒരു ഫ്ലോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ചില കണ്ടീഷൻസിനനുസരിച്ച് ആ ഫ്ലോയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ പ്രോഗ്രാമിൻ്റെ മെത്തഡോളജിയിൽ നമ്മൾ അതിനെ ബ്രാഞ്ചിങ് എന്നാണ് പറയാം. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ. കുട്ടികളുടെ ഏജ്, കുറച്ച് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അതിൽ കുട്ടിയുടെ ഏജ് 14 മുകളിലോ ആണെങ്കിൽ അവനെ ജൂനിയർ എന്ന രീതിയിൽ എഴുതി കാണിക്കണം. അല്ല 14 താഴെയാണെങ്കിൽ അവരെ സബ് ജൂനിയർ എന്ന രീതിയിൽ എഴുതി കാണിക്കണം.
ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാ. ഈ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം റെഡിയാക്കി നോക്കാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെയാണ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈൻസിൽ ഒന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല, അത് അതേപോലെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈഫ് എൽസ് ആ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട സിന്റാക്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈഫ് എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ സ്മോൾ ലെറ്ററിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഈഫ് എന്ന് കൊടുത്തു, ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? ആ കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് എന്ന വേരിയബിളിലേക്ക് വരുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 ആയിരിക്കണം. ഏജ് എന്ന വേരിയബിളിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14. 14 അതിനേക്കാൾ വലുതോ, ഓക്കെ, അതിനേക്കാൾ വലുതോ ആണെങ്കിൽ ഒരു കോളൻ ഇട്ട് കൊടുക്കുക. ഒരു കോളൻ ഇട്ട് കൊടുക്കുക. നിർബന്ധമായിട്ടും ഈഫ് കഴിഞ്ഞ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളൻ ഇട്ട് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ എൻ്റർ കീ പ്രസ് ചെയ്യാം. കണ്ടില്ലേ, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെയല്ല നമ്മൾക്ക് അത് കാണാൻ പറ്റുക, കുറച്ചൊരു സ്പേസ് വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്പേസ് നിർബന്ധമായിട്ടും വേണം. അത് ഞാനിവിടെ പ്രിന്റ് എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം ഏജ് 14 14നേക്കാൾ മുകളിലോ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം? യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി. യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഇനി എന്ത് ചെയ്യാം? വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പിയുടെ നേരെ താഴെയാണ് വരുന്നത്. പിയുടെ താഴെയല്ല ഇനി വേണ്ടത്, ഐയുടെ തൊട്ട് താഴെ വേണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് കൊടുക്കുക. എന്നിട്ട് എൽസ് എന്ന് കൊടുക്കുക. എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു കോളൻ ഇട്ട് കൊടുക്കുക. കോളൻ ഇട്ടു. അതിൻ്റെ തൊട്ട് താഴെ വരാൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ പ്രിന്റ് എന്ന് കൊടുക്കുക. അപ്പോൾ 14 വയസ്സോ അതിനേക്കാൾ മുകളിലോ അല്ല എങ്കിൽ, മീൻസ് 14 വയസ്സിനേക്കാൾ താഴെയാണെങ്കിൽ അവർ യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറിയാണ്. ഞാനിവിടെ യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സംശയങ്ങൾ ഉണ്ടാകും, ആ സംശയം തീർക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനിതൊരു പുതിയ ഫയലായിട്ട് സേവ് ചെയ്യാണ്. പുതിയ ഫയലായിട്ട് സേവ് ചെയ്യാൻ ഫയലിൽ സേവ് ആസ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളിത് സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് അതിൽ തന്നെയാണ് ഈ മാറ്റങ്ങൾ സേവ് ആവുക. പുതിയൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൾഡർ തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 പൈത്തൺ എന്ന ഫോൾഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. പേര് ഞാൻ ഫൈൻഡ് ഏജ് 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ജസ്റ്റ് പേരൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു. ഇനി നമുക്ക് റണ്ണ് ചെയ്യാം. ഐഡിയലായതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. എൻ്റർ ഇയർ നെയിം, നമ്മളോട് പേര് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിവിടെ മോഹൻലാൽ എന്ന് കൊടുത്തു. മോഹൻലാൽ. എൻ്റർ കീ പ്രസ് ചെയ്തു. ബർത്ത് ഇയർ ചോദിക്കുന്നുണ്ട്. ഞാൻ ബർത്ത് ഇയർ മോഹൻലാലിൻ്റെ തൽക്കാലം ഞാൻ 2015 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റർ കറൻറ്റ് ഇയർ ചോദിക്കുന്നുണ്ട്. 2025 എന്ന് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, മോഹൻലാൽ യുവർ ഏജ് ഈസ് 10, യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, ഓൾറെഡി നമുക്കറിയാം. അതിനുശേഷം ഇവിടെ വരെ വന്ന ഈ ഒരു ഫ്ലോയിൽ നിന്നും നമ്മൾ ഒരു കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ മാറ്റം വരുത്തുകയാണ്. ഈഫ് എൽസ്, ഇവിടെ ഈഫ് എന്നൊരു കീവേഡ് കൊടുത്തു, ഒരു സ്പേസ് കൊടുത്തിട്ട് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 കൊടുത്തു. 14 14നേക്കാൾ മുകളിലോ ആണെങ്കിൽ എന്ത് വരണം എന്നുള്ളതാണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തത്. ഇവിടെ ഇൻഡന്റേഷൻ നിർബന്ധമാണ്. ഇവിടെ കോളൻ ഇട്ടതിന് ശേഷം ഈ ഈഫിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ബ്ലോക്ക് ഓഫ് കോഡ് ഇവിടെ ഒരു ഇൻഡന്റേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ എന്താ? ഫോൾസ് അല്ലേ? നോക്കിയേ, ഏജിൽ വന്നിരിക്കുന്ന വാല്യൂ എത്രയാ? 10 അല്ലേ? നമുക്കറിയാം 10 ആണ് ഏജിൽ വന്നിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഏജ് എന്ന് പറയുന്നത് 14നേക്കാൾ മുകളിലോ 14 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്, ട്രൂ അല്ല. ഫോൾസ് ആയതുകൊണ്ട് നേരെ എൽസിലേക്ക് വരും. എൽസ് എന്ന് ഒരു കീവേഡ് കൊടുത്തു. അപ്പോൾ ഈ ഈഫിന് നേരെ താഴെയായിരിക്കണം എൽസ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു കോളൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഒരു എൽസിന്റെ ബ്ലോക്കിൽ വരേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ഇൻഡന്റേഷൻ കൊടുക്കണം. എന്നിട്ടായിരിക്കണം ആ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ പ്രിന്റ് ആവുന്നത് യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി എന്നതായിരിക്കും. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ സ്പേസ് ഇട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ സ്പേസ് ഇട്ടില്ല എന്ന് വിചാരിക്കും. ഞാൻ തോന്നിയ പോലെ താഴെ വെറുതെ അങ്ങ് ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് റണ്ണ് ചെയ്യുമ്പം ഞാനൊന്ന് റണ്ണെയാണ്, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് സേവ് ചെയ്യാത്തതുകൊണ്ട് ഒന്നുകൂടി സേവ് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പം തന്നെ കാണാം സിൻടാക്സ് എറർ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റ് ബ്ലോക്ക് ആഫ്റ്റർ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ലൈൻ 8. അതായത് ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്.
എറർ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻഡന്റേഷൻ എററാണ്. ബിക്കോസ് കണ്ടില്ലേ, ഇവിടെ തന്നെ ഒരു ചുവപ്പ് നിറത്തിൽ കാണുന്നുണ്ട്, ഇൻഡന്റേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. പൈത്തണിൽ നമുക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡന്റേഷൻ നിർബന്ധമാണ്. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ വൃത്തിയിൽ ആ ഒരു സ്പേസ് കിട്ടാൻ ഒന്നിക്കൽ നമ്മുടെ കീബോർഡിൽ സ്പേസ് ഇല്ലേ, സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്കത് നല്ല വൃത്തിയിൽ കിട്ടാൻ നമ്മുടെ കീബോർഡിലെ ടാബ് കീ ഇല്ലേ, ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൃത്തിയിൽ ആ ഒരു സ്പേസ്, ആ ഒരു ഇൻഡന്റേഷൻ കിട്ടും. മീനൂട്ടിയുടെ റിജക്ഷനിൽ തളരാതെ ഞാൻ ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറെ ഒരാളെ കാണുന്നത്. എന്നാലും ഇവളോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കിയതിന് ശേഷം ജോലി സെറ്റാക്കുന്ന കാര്യത്തിലേക്ക് കടന്നാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി. നിനക്കൊരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടോ? നിനക്കൊരു ഐഫോൺ ഉണ്ടോ? ഇതൊന്നും ഇല്ലാത്തവൻ എനിക്ക് വേണ്ട. ഇത്ര സമയം ഒരു ജോലി സെറ്റാക്കിയാൽ മതിയായിരുന്നു. ഇനി ഐഫോണും ബുള്ളറ്റും കൂടി എവിടുന്ന് സെറ്റാക്കും? അങ്ങനെ കല്യാണം കഴിക്കുന്ന പരിപാടി നടക്കൂല എന്ന് തോന്നിയപ്പോൾ മന്തി കഴിക്കൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നേരെ കണാരേട്ടൻ്റെ ഹോട്ടലിൽ പോയി ഒരു മന്തി കഴിക്കാനുള്ള തീരുമാനം എടുത്തു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈഫിന് നേരെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലേക്ക് എത്തും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൽസ് ഇഫിലേക്ക് എത്തും. ഓക്കെ, എലിഫ് എന്ന് നമുക്ക് പറയാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്നാൽ അവിടെ അത് ഫോൾസ് ആയതുകൊണ്ട് അവസാനം എൽസ് ബ്ലോക്കിലേക്ക് വന്നു. ഇതാണ് എലിഫ് എന്ന് പറയുന്നത്. ഒന്നിലധികം കണ്ടീഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എലിഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രോഗ്രാം തയ്യാറാക്കി നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി വലിയൊരു പ്രോഗ്രാമാണ്. കണ്ടീഷൻസ് എന്ന് പറയുന്നത് 16 വയസ്സോ അതിനു മുകളിലോ ആണ് ഏജ് എങ്കിൽ ആ കുട്ടികളെ സീനിയർ കാറ്റഗറിയിൽ പെടുത്തണം. 14 വയസ്സോ അതിനു മുകളിലോ ആണെങ്കിൽ അവരെ നമുക്ക് ജൂനിയർ കാറ്റഗറിയിലും, എന്നാൽ 12 വയസ്സോ അതിനു മുകളിലോ ഉള്ളവരാണെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറിയിൽ പെടുത്തണം. 12 വയസ്സിന് താഴെയുള്ളവരെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കിഡ്ഡീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലും പെടുത്തണം. ഇത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കിനി തയ്യാറാക്കി നോക്കാം. ഒന്നിലധികം കണ്ടീഷൻസ് വരുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് മുഴുവനായിട്ട് കളയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. അതായത് ഈ കണ്ടീഷൻസ് ഫുള്ള് ഞാൻ കളയുന്നു. ജസ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്ത് വിടുന്നു. ആദ്യം മുതൽ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മളത് പഠിക്കും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ടൈപ്പ് ചെയ്യാം. ഈഫ് കൊടുക്കുന്നു. നമുക്കറിയാം ഇവിടെ നമ്മൾ ആദ്യം ഈഫ് കൊടുക്കുന്നു, ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജിലേക്ക് വരുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഏജിലേക്ക് വരുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 16 ആയിരിക്കണം. 16 16നേക്കാൾ മുകളിലോ ആണെങ്കിൽ കോളൻ ഇടുക. അതിൻ്റെ തൊട്ട് താഴെ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, തൊട്ട് താഴെ വരും. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇൻഡന്റേഷൻ ഒക്കെ വന്നോളും. ഓക്കെ, 16 16നേക്കാൾ മുകളിലോ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം? ഡബിൾ ക്വാഡ്സിനകത്ത് യു ആർ ഇൻ സീനിയർ കാറ്റഗറി എന്ന് കൊടുക്കാം. അതിനുശേഷം തൊട്ട് താഴേക്ക് വരിക. തൊട്ട് താഴേക്ക് വരാൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഈഫിൻ്റെ ഈ ഒരു ബ്ലോക്കിനകത്താണ് വരുന്നത്. ഇവിടെ അല്ല, അടുത്ത കണ്ടീഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈഫ് ആണോ കൊടുക്കേണ്ടത്? അല്ല, എലിഫ്. എലിഫ് എന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻടാക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എലിഫ് ആണ് അവിടെ ഉള്ളത്. സ്പേസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത കണ്ടീഷൻ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഏജിലുള്ള വാല്യൂ 14നേക്കാൾ മുകളിലോ 14 ആണെങ്കിൽ കോളൻ ഇട്ട് കൊടുക്കുക. കണ്ടീഷൻ കൃത്യമായിട്ട് കൊടുക്കുക, കോളൻ ഇട്ട് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി എന്ന് പ്രിന്റ് ചെയ്യണം. യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി എന്ന് പ്രിന്റ് ചെയ്യണം. വീണ്ടും താഴേക്ക് വരിക. വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇത് എലിഫിൻ്റെ ബ്ലോക്കിലാണുള്ളത്. സ്റ്റാർട്ടിങ്ങിലേക്ക് വരണം, ബാക്ക് സ്പേസ് കൊടുത്താൽ മതി, സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നോളൂ. വീണ്ടും അടുത്ത കണ്ടീഷൻ ആകുമ്പോൾ വീണ്ടും എലിഫ് എന്ന് തന്നെ കൊടുക്കുക. ഇനിയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ എലിഫ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏജ് എന്ന് കൊടുക്കുന്നു. അടുത്ത നമ്മുടെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. 12 12നേക്കാൾ മുകളിലോ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള കോളൻ ഇടണം. കോളൻ ഒന്നും ഇട്ടില്ലെങ്കിൽ എറർ വരും കേട്ടോ. ഓക്കെ, കണ്ടീഷൻ കഴിഞ്ഞ് ഉടൻ തന്നെ കോളൻ ഇടുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഞാനിവിടെ സബ് ജൂനിയർ കാറ്റഗറി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കി, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി, മൂന്നാമത്തെ കണ്ടീഷൻ നോക്കി, ഇതൊക്കെ തന്നെ ഫോൾസ് ആണെങ്കിൽ, ഈ കണ്ടീഷൻസ് ഒക്കെ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം?
എൽസിലേക്ക് വരണം. എൽസ് കോളൻ ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈഫിനും എലിഫിനും ഒക്കെയാണ് കണ്ടീഷൻസ് ഉണ്ടാവുക. എൽസിന് കണ്ടീഷൻ ഉണ്ടാവില്ല. കാരണം മുകളിൽ കൊടുത്തതൊക്കെ തന്നെ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് വരേണ്ട പാർട്ടാണ് ഇവിടെ എൽസിൽ നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് എൽസ് എന്ന കീവേഡ് കൊടുത്ത് അപ്പം തന്നെ കോളൻ ഇടുക. അതിൻ്റെ തൊട്ട് താഴെ ഞാൻ പ്രിന്റ് കൊടുത്തു, യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. ആ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പം ഫയലിൽ സേവ് ആസ് കൊടുത്തിട്ട് പുതിയ ഫയലായിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, സേവ് ആസ് കൊടുക്കുന്നു. ഓൾറെഡി നമ്മുടെ ഫോൾഡറിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സേവ് ചെയ്ത് ഞാനിവിടെ 5 എന്ന പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫൈൻഡ് ഏജ് 5.py എന്ന് കൊടുത്തു, സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്യാൻ റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുത്താൽ മതി. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുത്താൽ മതി. അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സൂര്യ എന്ന് കൊടുക്കുന്നു. സൂര്യ. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റെ ബർത്ത് ഇയർ 2000 ആയിക്കോട്ടെ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കറൻറ്റ് ഇയർ 2025 കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ സൂര്യ, യുവർ ഏജ് ഈസ് 25. സൂര്യക്ക് 25 വയസ്സാണ്. 25 വയസ്സായതുകൊണ്ട് യു ആർ ഇൻ സീനിയർ കാറ്റഗറി. അതെന്തുകൊണ്ടാണ് വന്നേ? ആദ്യത്തെ കണ്ടീഷൻ ഏജ് 16 മുകളിലും ആണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കണം വരേണ്ടത്. ഇവിടെ നമുക്കറിയാം ഏജ് എന്ന് പറയുന്നത് 25 ആണ്. 25 16 മുകളിലാണല്ലോ. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആയിട്ടുണ്ട്. കണ്ടീഷൻ ശരിയാണ്. ശരിയായതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗമായിരിക്കും പ്രിന്റ് ആയി വരുന്നത്. ബാക്കിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പ്രിന്റ് ആയിട്ട് വന്നു. അതാണ് ഇവിടെ യു ആർ ഇൻ സീനിയർ കാറ്റഗറി എന്ന് വന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ, അല്ലേ? എന്നാൽ ഒരു 3 കുട്ടികൾ എന്ന് വിചാരിക്കാം. 3 കുട്ടികളുടെയും പേരും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം ലൈൻസ് തന്നെ 3 തവണ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പകരം ആ ഒരു പണി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇവിടെ പൈത്തണിൽ നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ലൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡിനെ തന്നെ 3 തവണ, 3ഓ 4ഓ നിങ്ങൾക്ക് എത്ര തവണയാണോ വേണ്ടത് അത്രയും തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പാണ് പൈത്തണിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. അതിനുശേഷം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ഓൾറെഡി നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ട പേരും അവരുടെ ഏജും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്ന പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കി. ഇനി ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ലൈനിൽ ഇവിടെ ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ജസ്റ്റ് ഇത് എന്നിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടും. ഇവിടെ ഞാൻ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പറഞ്ഞുതരാം. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ തൊട്ട് താഴെ വൈൽ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് കൗണ്ട്. ഓക്കെ, കൗണ്ട് ലെസ് ദാൻ, ഇതിനെ നമ്മൾ ലെസ് ദാൻ എന്നാണ് പറയാം. ഓക്കെ, 3 കൊടുത്തു. എന്നിട്ട് ഒന്ന് കോളൻ ഇട്ട് കൊടുക്കാം. കോളൻ ഇട്ട ശേഷം ഈ എന്നിൻ്റെ മുകളില്ല, ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി കീബോർഡിലെ ടാബ് കീയില്ലേ അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഇൻഡൻറ്റേഷൻ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനത്തെ ലൈനിൽ ഇവിടെ എൽസിൻ്റെ തൊട്ട് താഴെയാണ്, പിയുടെ അല്ല പ്രിന്റിൻ്റെ അല്ല, എൽസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനിവിടെ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൺഫ്യൂഷൻ ആവണ്ട, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ രീതിയിൽ നിങ്ങൾ ആദ്യം ഒന്ന് കൊടുക്കുക. ഇതിനൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് ആണ് ഞാൻ കൊടുക്കുന്നത്. പുതിയ പേരിൽ നമുക്ക് സേവ് ചെയ്യണം. സേവ് ആസ് കൊടുക്കുന്നു. ഓൾറെഡി എൻ്റെ ഫോൾഡറിലാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പുതിയൊരു പേര് കൊടുക്കുകയാണ്. ഞാനിവിടെ വൈൽ ലൂപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് കൊടുക്കുന്നു. ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക കേട്ടോ. അങ്ങനെ വൈൽ ലൂപ്പ് എന്ന് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ യുവർ നെയിം ചോദിക്കുന്നുണ്ട്. ഞാൻ നെയിം കൊടുക്കുന്നു, DQ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. DQ. ഓക്കെ, ഇനി എൻ്റർ കീ പ്രസ് ചെയ്യാം. ബർത്ത് ഇയർ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 2010 കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കറൻറ്റ് ഇയർ 2025 കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ DQൻ്റെ ഏജ് കൃത്യമായിട്ട് കിട്ടി. DQ ജൂനിയർ കാറ്റഗറി ആണ് എന്നുള്ളത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്താണോ കാറ്റഗറി എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ട് അപ്പം തന്നെ അടുത്ത പേര് ചോദിക്കുന്നത് അല്ലേ, എൻ്റർ യുവർ നെയിം. അടുത്ത ആളുടെ പേര് അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കാം മോഹൻലാൽ. എൻ്റർ കൊടുക്കുന്നു. ബർത്ത്
ഞാൻ 2011 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. 2025 കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, മോഹൻലാലിൻ്റെ ഏജ് നമുക്ക് കിട്ടി. യു ആർ എ ജൂനിയർ കാറ്റഗറി. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു കാറ്റഗറി നമുക്ക് കിട്ടി. ഇനി ഞാനിവിടെ വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റർ യുവർ നെയിം. വീണ്ടും അടുത്ത ആളുടെ നെയിം കൊടുക്കാനാണ് പറയുന്നത്. വിജയ് എന്ന് കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ബർത്ത് ഇയർ ആണ് ചോദിക്കുന്നത്. 2024 കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കറൻറ്റ് ഇയർ 2025 കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, 1 വയസ്സ് കിഡ്ഡീസ് കാറ്റഗറി എന്ന് വന്നു. അതോടുകൂടി പ്രോഗ്രാം സ്റ്റോപ്പായി. പിന്നീട് നമ്മളോട് ചോദിച്ചില്ല, എത്ര അടുത്ത ആളുടെ പേര് ചോദിച്ചില്ല. അങ്ങനെ 3 തവണ ഇത് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. വൈൽ ലൂപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. ഇനി നമുക്ക് കോഡിലേക്ക് വരാം. കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം വൈൽ എന്നൊരു കീവേഡ് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കണ്ടീഷൻ കൊടുക്കുക. എന്താണ് നമ്മുടെ കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറയുന്നത് കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുക. ഓക്കെ, ആ കൗണ്ട് എന്ന വേരിയബിളിലുള്ള വാല്യൂ 3നേക്കാൾ കുറവ് നമുക്കിത് 4 തവണ വേണമെങ്കിൽ 4 എന്ന് കൊടുക്കാം. ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ കിട്ടേണ്ട കോഡുകളൊക്കെ അതിനകത്ത് കൊടുത്തു. ഇനിയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരുന്നത്, എന്തിനാണ് ഇവിടെ കൗണ്ട് എന്ന് ഈ ഒരു ലൈന് കൊടുത്തത്, ഈ ഒരു ലൈനും കൊടുത്തത്? അതായത് കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ ഒരു വാല്യൂ തൽക്കാലം നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ വാല്യൂ ഇല്ല എങ്കിൽ കാണിച്ചു തരാം. നമ്മളൊന്നും കൊടുത്തില്ല എങ്കിൽ കണ്ടില്ലേ, ഇവിടെ എറർ വരും. എറർ എന്താ വന്നിരിക്കുന്നത്? നെയിം എറർ. നെയിം കൗണ്ട് ഈസ് നോട്ട് ഡിഫൈൻഡ്. കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ആദ്യം എന്ത് ചെയ്യുക, കൗണ്ട് ഈക്വൽ ടു 0. കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 0 എന്നൊരു വാല്യൂ അസൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൗണ്ടിലുള്ള വാല്യൂ ഇവിടെ ചെക്ക് ചെയ്യാണ്. ഇപ്പം ഓൾറെഡി എത്രയുള്ളത് കൗണ്ടിലുള്ള വാല്യൂ? 0 അല്ലേ? 0 ആണ്. 0 എന്ന് പറയുന്നത് 3നേക്കാൾ കുറവാണോ എന്നുള്ളത് ഇവിടെ പരിശോധിച്ചു, ചെക്ക് ചെയ്തു. അതെ, 0 എന്ന വാല്യൂ 3നേക്കാൾ കുറവാണ്. കുറവായതുകൊണ്ട് ഈ ബ്ലോക്ക് ഓഫ് കോഡ്, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ആവും. അതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചത്. ഈ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഈ ലൈനിലേക്ക് എത്തും. ഈ ലൈനിൽ നമ്മൾ ചെയ്യുന്നത് കൗണ്ടിലുള്ള വാല്യൂവിനോട് ഒന്ന് കൂട്ടി. കൗണ്ടിൽ ഓൾറെഡി 0 ആണുള്ളത്, അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ എത്രയായി? 1 ആയി. 0 + 1 1 അല്ലേ? അതെന്ത് ചെയ്തു? കൗണ്ട് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. കൗണ്ട് എന്ന വേരിയബിളിൽ ഇപ്പം എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് പോയി. ലൂപ്പാണ്, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി. ഇവിടെ കൗണ്ടിന്റെ വാല്യൂ ഇപ്പം എത്രയാ? 1 ആണല്ലേ? അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3നേക്കാൾ കുറവാണോ 1? അതെ. അതുകൊണ്ട് ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും ഈ ലൈൻസ് അതേപോലെ എക്സിക്യൂട്ട് ആയി. അതുകൊണ്ടാണ് അടുത്ത കുട്ടിയുടെ പേര് കൊടുക്കാൻ, മോഹൻലാലിന്റെ പേര് കൊടുക്കാനുള്ള വീണ്ടും നമ്മളോട് ചോദിച്ചത്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ച് ഈ ലൈനിലേക്ക് എത്തി. ഇവിടെ എന്ത് ചെയ്തു? കൗണ്ട് +1. വീണ്ടും ഈ കൗണ്ടിനോട് ഒന്ന് കൂട്ടി. അപ്പോൾ എന്തായി? 1 + 1 2 ആയി. ആ 2 എന്ന വാല്യൂ എന്ത് ചെയ്തു? കൗണ്ടിലേക്ക് സ്റ്റോർ ആയി. മനസ്സിലായില്ലേ? കൗണ്ടിലേക്ക് സ്റ്റോർ ആയി. വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം കൗണ്ടിൽ എത്രയുള്ളത്? 2 അല്ലേ? 2. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതെ, ശരിയാണ്. 2 എന്ന് പറയുന്നത് 3നേക്കാൾ കുറവാണ്. അപ്പോൾ വീണ്ടും ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്ലോക്ക് ഓഫ് കോഡിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അടുത്ത വിജയിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ലൈനിലേക്ക് എത്തുമ്പോൾ കൗണ്ട് +1 വീണ്ടും ഒന്ന് കൂടുക മീൻസ് ഇവിടെ 2 ആയിരുന്നു, 2ൻ്റെ ഒപ്പം ഒന്ന് കൂടി 3 ആയി. 3 നേരെ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു, കൗണ്ടിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്തു. കൗണ്ടിൽ 3 ആണുള്ള വാല്യൂ. ആ 3നേക്കാൾ കുറവാണോ? അവിടെ ഈ ഒരു കണ്ടീഷൻ തെറ്റി. 3 അല്ലേ ഇവിടെ ഉള്ളത്? 3 എന്ന് പറയുന്നത് 3നേക്കാൾ കുറവാണോ? അല്ല, ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ശരിയാവില്ല. നമ്മൾ കുറവാണോ എന്നത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ ഈ ബ്ലോക്ക് ഓഫ് കോഡിലേക്ക് വരുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ വിജയ് എന്നത് വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നു. പിന്നീട് നമ്മളോട് ചോദിച്ചില്ല. ആദ്യം 0 ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ. പിന്നെ 1 ആയി. ഓക്കെ, പിന്നെ 2 ആയി. അങ്ങനെ 3 തവണ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 3 എന്നുള്ളത് പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ നേരത്തെയൊക്കെ എത്രയാണ് കറന്റ് ഇയർ, എത്രയാണ് ബർത്ത് ഇയർ എന്നുള്ളത് യൂസറിനോട് ചോദിച്ച് വാങ്ങിയില്ലേ? അതേപോലെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ച് വാങ്ങാം. ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ പ്രോഗ്രാം റൺ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ലൈനിലേക്ക് വരിക. അതായത് ഈ കൗണ്ടിന്റെ സീൻ്റെ തൊട്ട് പുറകിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടും. ഇവിടെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം.
വേരിയബിൾ കൊടുക്കുമ്പോൾ ആ വേരിയബിളിൻ്റെ ആ റൂൾസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ മാക്സിമം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കൊടുക്കാം. ഞാനിവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്കൊരു പേരിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് എത്ര കുട്ടികളുണ്ട്. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങണം, അതുകൊണ്ട് ഇൻപുട്ടായിട്ടാണ് വാങ്ങുക. ഞാനിവിടെ ഡബിൾ ക്വാഡ്സിനകത്ത് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു ആളോട് എത്രയാണ് കുട്ടികളുള്ളത് എന്നുള്ളത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എന്താവും, നേരെ നമ്പർ ഓഫ് സ്റ്റുഡൻസിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 ആണ്. ഇനി നമുക്കത് മാറ്റാം. ഓക്കെ, അത് മാറ്റിയിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന കുട്ടികൾ എത്രയാണോ ആ കുട്ടികൾ, ഇപ്പോൾ 3 കുട്ടികളാണെങ്കിൽ ആ 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും തവണ ഈ ഒരു ഭാഗം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരണം. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന വേരിയബിൾ, ആ ഒരു വേരിയബിളിൻ്റെ നെയിം എന്താണോ അത് അതേപോലെ ഇവിടെ കൊടുക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സ്പെല്ലിങ് തെറ്റാതെ കൊടുക്കണം. ഇവിടെ എന്താണോ കൊടുത്തത് അത് അതേപോലെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് വാങ്ങുന്നത് എപ്പോഴും ഇൻപുട്ടായിട്ട് നമുക്ക് കിട്ടുക, ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കിട്ടുക, അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും, അഥവാ ടെക്സ്റ്റ് രൂപത്തിലാണ് കിട്ടുക. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പറായിട്ട് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കണം. ഓക്കെ, ഞാൻ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഇടുക, അവസാനം കൊണ്ടുപോയിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത് റൺ ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പുതിയ പേരിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഞാനിവിടെ ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. ഞാനിവിടെ വൈൽ ലൂപ്പ് 2 എന്ന് കൊടുക്കുന്നു. വൈൽ ലൂപ്പ് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തു. ഇനി റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ നമ്മളോട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആദ്യം തന്നെ ചോദിച്ചു. ഞാൻ 2 കൊടുക്കുന്നു. എനിക്ക് ഇവിടെ 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. 2 എന്ന് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഞാനിവിടെ ഡോറ എന്ന് കൊടുക്കുന്നു. ഡോറ ആയിക്കോട്ടെ. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡോറ ജനിച്ച കൊല്ലം എനിക്കറിയില്ല. ഞാനിവിടെ 2020 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കറൻറ്റ് ഇയർ 2025. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഡോറ കിഡ്ഡീസ് ആണ് എന്നുള്ളത് അപ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത കുട്ടിയുടെ പേര് ചോദിക്കുന്നുണ്ട്. ഡോറ ആയതുകൊണ്ട് നമുക്കിനി അടുത്തത് ബുജി തന്നെ കൊടുക്കാം. ബുജി എന്ന് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. ബർത്ത് ഇയർ ബുജി നമുക്ക് 2023 ജനിച്ചോട്ടെ. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്തു. 2025 കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. ബുജിയും കിഡീസ് ആണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. 2 വയസ്സാണ് എന്നും വന്നു. അതോടുകൂടി പ്രോഗ്രാം സ്റ്റോപ്പായി. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്രയാണ് കുട്ടികളെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു 2 കുട്ടികളാണുള്ളതെന്ന്. അതുകൊണ്ടാണ് 2 തവണ ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ തന്നെ കുറേ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട് മൈനസ്, അവിടെ ഒരു കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഗുണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കാം. കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് ഉപയോഗിക്കാം. ഇതേപോലെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും അതേപോലെ ഡിവിഷൻ ചെയ്യാനും അതേപോലെ ഇതിനെ നമുക്ക് മോഡുലസ് എന്നാണ് പറയാം. അതായത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ശിഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ശിഷ്ടം കിട്ടാൻ വേണ്ടിയാണ്. ഇതിനെയൊക്കെ തന്നെ ഈ ഗണിത ക്രിയകൾ ചെയ്യാനുള്ള ഈ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ തന്നെ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഇവിടെ നമ്മൾ വേറൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ കുറെ സിമ്പിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നോട്ട് ഈക്വൽ ടു എന്നാണ് പറയാം. അതേപോലെ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവയെ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്നാണ് പറയാം. അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. ഇനി അഥവാ സംശയം വന്നിട്ടില്ലെങ്കിൽ ആ സംശയം വന്നുള്ളൂ. നമ്മൾ ഒരു ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു ഇവിടെ കൊടുത്ത്, സത്യത്തിൽ ഇതിന് നമ്മൾ പ്രോഗ്രാമിന്റെ കേസിൽ ഒരു ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നും, 2 ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ ഈക്വൽ ടു എന്ന് വിളിക്കുന്നത്. ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത് 20 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ മാർക്ക് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഡബിൾ ഈക്വൽ ടു ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്കൊരു ബക്കറ്റ് ആയിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി 20 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഈക്വൽ ടു 20 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യാണ്, മാർക്ക് എന്ന് പറയുന്ന അതിൽ 20 തന്നെയാണ് ഉള്ളത് എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 20 തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ട്രൂ ആണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഔട്ട്പുട്ട്. എന്നാൽ വേറെ ഏതെങ്കിലും വാല്യൂ ആണ് ഈ മാർക്കിൽ ഉള്ളത് എങ്കിൽ നമുക്ക് ഫോൾസ് ആയിരിക്കും റിസൾട്ട് കിട്ടുക.
ഇതുകൂടാതെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്, ഓർ, നോട്ട് ഇവയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ് ദ ഫ്രഷ് ബൈറ്റ്സ്. ബൈ.